ഹായ് എവരിവൺ, വെൽക്കം ടു ദിസ് വീഡിയോ. വെള്ളത്തിന് ഓർമ്മശക്തി ഉണ്ടെന്ന് പറയാറുണ്ട്. കക്കയത്തെ മലനിരകളിൽ നിന്ന് ജലത്തിന് പറയാനുള്ളത് ഒരുപക്ഷെ രക്ഷകരുടെ കഥയല്ല, മറിച്ച് ഒറ്റിക്കൊടുക്കലിൻ്റെ സുവിശേഷവും അതിലുണ്ട്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആ തണുത്തുറഞ്ഞ ജലാശയങ്ങളിൽ മുങ്ങിപ്പോയ നിലവിളികൾ ഇന്നും അവിടെ അലയൊടിക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയത്തിൻ്റെ വളരെ നെറുകെട്ട അവസ്ഥയിലൂടെ കടന്നുപോയ നമ്മുടെ നാടിനെ നടുക്കിയ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ KR മീര എഴുതിയ യൂദാസിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന പുസ്തകമാണ് ഞാനിന്ന് അവതരിപ്പിക്കുന്നത്. അടിയന്തരാവസ്ഥയുടെ കറുത്ത നാളുകൾ, നിയമം നിശബ്ദതയുടെ ആയുധമായി മാറിയ കാലം, കക്കയം പോലീസ് ക്യാമ്പ് അന്ന് കേരളത്തിൻ്റെ നോവായിരുന്നു. ആദർശങ്ങളും ഭരണകൂടത്തിൻ്റെ ക്രൂരതയും നേർക്കുനേർ നിന്ന ആ കാലഘട്ടത്തിലാണ് ഈ നോവൽ ജനിക്കുന്നത്. PU ദാസ് എന്ന മുൻ നക്സലേറ്റിനെ തേടിയുള്ള പ്രേമ എന്ന പെൺകുട്ടിയുടെ യാത്രയാണ് ഇതിൻ്റെ ഇതിവൃത്തം. പീഡനമുറികളിൽ തകർന്നുപോയ ഉടലുകളും ഒരിക്കലും ഉണങ്ങാത്ത മനസ്സിലെ മുറിവുകളും ഈ കഥയിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ഇത് കേവലം ഒരു രാഷ്ട്രീയ നോവലല്ല, മറിച്ച് ഒറ്റിക്കൊടുത്തവൻ്റെയും ഒറ്റിക്കൊടുക്കപ്പെട്ടവൻ്റെയും പീഡനങ്ങൾക്ക് സാക്ഷിയായി നിന്നവരുടെയും അതിനുവേണ്ടി നേതൃത്വം കൊടുത്തവരുടെയും ഉള്ളിലെ ആത്മസംഘർഷത്തിൻ്റെ നേർക്കാഴ്ചയാണ്. മീരയുടെ വരികൾക്ക് ആഴക്കടലിൻ്റെ തണുപ്പും മൂർച്ചയുമുണ്ട്. താൻ വിശ്വസിച്ച പ്രസ്ഥാനത്തെയും സുഹൃത്തിനെയും ഒറ്റിക്കൊടുക്കേണ്ടി വന്ന ഒരു മനുഷ്യന് പിന്നീട് എത്ര കാലം സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയും? ഈ ചോദ്യം വായനക്കാരൻ്റെ നെഞ്ചിലേക്ക് ഒരു കനലായിട്ടാണ് എറിഞ്ഞു തരുന്നത്. എല്ലാ പുസ്തകങ്ങളെയും പോലെ ഈ പുസ്തകത്തിനും ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. അത് തീർച്ചയായും ഒരു വായനക്കാരനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഒരു കാലഘട്ടത്തിൻ്റെ മുറിപ്പാടുകൾ വളരെ വ്യക്തമായ രീതിയിൽ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ ലൈഫിൽ അയാളെ പിന്തുടരുന്ന കാര്യങ്ങൾ, അതിപ്പം അയാൾ മുൻപ് ചെയ്തു കൂട്ടിയ നല്ല കാര്യങ്ങളായിക്കോട്ടെ മോശം കാര്യങ്ങളായിക്കോട്ടെ, പ്രസ്ഥാനങ്ങൾ ഏതുമായിക്കോട്ടെ, എല്ലാ പ്രസ്ഥാനത്തിനും അവരുടെ നേട്ടങ്ങൾ മാത്രമാണ് എപ്പോഴും നമുക്ക് മുമ്പിൽ കാണുന്ന ലക്ഷ്യം. അവർ അവരുടെ നേട്ടത്തിനായി, അവരുടെ നേതൃത്വത്തിലിരിക്കുന്നവരുടെ നേട്ടത്തിനായി എന്തും കാണിക്കും. എന്നാൽ ഇതൊന്നും അറിയാതെയാണ് ഇവിടുത്തെ ജനങ്ങളും അണികളും ഇന്നും അതിൻ്റെ പുറകെ നടക്കുന്നത്. യൂദാസിൻ്റെ സുവിശേഷം 144ൻ്റെ കാലം കഴിഞ്ഞേക്കും, പക്ഷേ കക്കയത്തെ ആ പഴയ ഇടനാഴികളിലെ പ്രേതങ്ങൾ ഇന്നും നമ്മുടെ രാഷ്ട്രീയ ബോധത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കും. ചരിത്രം മറക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകം. സോ ഗൈസ്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തീർച്ചയായിട്ടും വായിച്ചു നോക്കുക. ഇറ്റ്സ് എ വെരി ഷോർട്ട് ബുക്ക്. ഇതൊരു ചെറിയ പുസ്തകമാണ്, ബട്ട് ഇതിൻ്റെ കണ്ടൻറ്റ് ആക്ച്വലി റിയലി എൻഗേജിങ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.